ഇന്ന് ഈസ്റ്ററിൻ്റെ ഒരു വീഡിയോ ആണ്. ഞങ്ങൾ പള്ളിയിൽ 11 മണിക്ക് ആരാധനയുണ്ട്, പോകാനായിട്ട് റെഡിയാക്കുകയാണ്. ഞാൻ റെഡിയായി, ഞാൻ അടുത്ത് മോളെ റെഡിയാക്കുകയാണ്. അവൾക്ക് ഈ ഒരു ജീൻസിൻ്റെ പാവാടയും ഈ ഒരു ബനിയനാണ് അവൾക്ക് ഇട്ട് കൊടുക്കുന്നത്. അവൾക്ക് തലമുടിയൊക്കെ കെട്ടി അവളെ ഒരുക്കിയതിന് ശേഷം ഞാൻ ബാക്കി റെഡിയാക്കുകയാണ്. ഞാൻ ഒരു കമ്മലൊക്കെ എടുത്തിട്ട് തലമുടിയൊക്കെ കെട്ടി. അപ്പോഴാണ് പൂവിൻ്റെ ഒരു ഓർമ്മ വന്നത്. പിന്നെ പെട്ടെന്ന് പൂവൊക്കെ എടുത്ത് 2-3 പ്രാവശ്യം ഞാൻ വെച്ച് നോക്കി. അന്ന് ശരിയാവാത്തതുകൊണ്ട് സാധാരണ വയ്ക്കുന്ന പോലെ അടിയിൽ കൂടെയൊക്കെ പൂവൊക്കെ വെച്ച് റെഡിയായതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ ചേട്ടൻ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ചേട്ടൻ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കുണ്ട് അഴകിയ എതിർകാലം. ഇന്ന് മാസം ആദ്യം ഞായറും പിന്നെ ഈസ്റ്ററും കൂടെ ആയതുകൊണ്ട് ഇന്ന് തിരുവത്താഴം ഉണ്ടായിരുന്നു. ആരാധന എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈസ്റ്റർ മുട്ട ലേലം വിളിക്കുകയാണ്. മുട്ടയിൽ ഇങ്ങനെ കളറൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് കുറേ പേര് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ലേലം വിളിയിൽ കഴിഞ്ഞതിന് ശേഷം ഉച്ചയായപ്പോഴത്തിന് ആഹാരം കൊടുക്കാനുള്ള സമയമാണ്. നമ്മളെ പള്ളിയിൽ നിന്ന് ഊണുണ്ടായിരുന്നു. അതായത് ഓരോ വീട്ടിൽ നിന്ന് ഓരോരുത്തർ ഓരോ കറികളായിട്ടാണ് കൊണ്ടുവന്നത്. പള്ളിക്കകത്ത് വെച്ചാണ് ഫുഡ് കൊടുക്കുന്നത്. അതുകൊണ്ട് പള്ളിക്കകത്ത് ടേബിളും കസേരയൊക്കെ ഇട്ട് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫാസ്റ്റ് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് നമ്മുടെ ആഹാരം വിളമ്പിയത്. അങ്ങനെ ഫസ്റ്റ് സെക്ഷൻ ആൾക്കാരിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. നമുക്ക് മുന്നേ കയറി ശരണ ചേച്ചി ഇരുന്ന് ആഹാരം കഴിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്നുണ്ട് കേട്ടില്ല, അതിന് മുന്നേ കയറിയിരുന്നു. അങ്ങനെ അവരെല്ലാം കഴിച്ചതിന് ശേഷം നമ്മളിരിക്കുകയാണ് ആഹാരം കഴിക്കാനായിട്ട്. നമ്മളെല്ലാവരും കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കി ചേട്ടന്മാരെല്ലാവരും ഇരിക്കുന്നത്. കാരണം നമുക്ക് അവർ വിളമ്പി തന്നു, അടുത്ത് നമ്മളാണ് ഇനി അവർക്ക് വിളമ്പി കൊടുക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അടുത്തത് ക്ലീനിങ്. പള്ളിക്കകം ഫുൾ വൃത്തിയാക്കിയിടണം, അതാണ് അടുത്ത പണി. അങ്ങനെ ഓരോരുത്തരായിട്ട് കസേരയും ടേബിളും എല്ലാം തുടച്ച് പുറത്താക്കിയാണ്. തുടച്ച് ഫുൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യേണ്ടതാണ്.